ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിന്റെ ഒരു വലിയ ഉറവയാണ്. ഇറ്റ് ഇസ് എ ട്രഷർ ഹൗസ് ഓഫ് ബ്ലെസ്സിംഗ്. ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥന സഭയ്ക്ക് എപ്പോഴും കാവലും കോട്ടയുമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. സാധാരണഗതിയിൽ മീഡിയേഷൻ, ഇന്റർസെഷൻ തുടങ്ങിയ പദങ്ങളാണ് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ കുറച്ചുകൂടി അനുയോജ്യമായ പദം കമ്മ്യൂണിയൻ ഓഫ് ദ സെയിൻസ്, വിശുദ്ധന്മാരുമായുള്ള സംസർഗം എന്നുള്ളതാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയെ പറ്റി വളരെ എവിഡന്റ് ആയിട്ട് പറയുന്ന ഒരു വേദഭാഗമാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ കർത്താവ് കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതത്തെ പറ്റിയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. ഇതിലെ പരിശുദ്ധ ദൈവമാതാവിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. കാരണം ആദ്യം ഈ പ്രയാസവുമായി ദൈവമാതാവ് കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ മറുപടി അല്പം വിചിത്രമാണ്. സ്ത്രീയെ, എനിക്കും നിനക്കും എന്താണ്? എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. മൈ അവർ ഹാസ് നോട്ട് യെറ്റ് കം എന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ സമയമായിട്ടില്ല എന്നുള്ള പ്രതിബദ്ധതയെ മാറ്റിവെച്ച്, ആ പ്രതിസന്ധിയെ മാറ്റിവെച്ച് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹീസ് റെഡി ടു റിവീൽ ഹിസ് ഗ്ലോറി. അവന്റെ മഹത്വം അവിടെ വെളിപ്പെടുകയാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ. എത്ര ശ്രേഷ്ഠമാണ് മാതാവിന്റെ മധ്യസ്ഥത എന്ന് നമ്മൾ ചിന്തിക്കണം. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവാണ് ആ സമയവും ആ നിശ്ചയങ്ങളും ഒക്കെ മാറ്റിവെച്ച് ദൈവമാതാവിന്റെ അഭ്യർത്ഥനയ്ക്ക് കാതോർത്ത് അവിടെ അത്ഭുതം പ്രവർത്തിച്ച് അവരുടെ കുറവുകളെ നിറവുകളാക്കുന്നത്. എന്നാൽ അതിലുപരിയായി ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ദൈവമാതാവിന്റെ ഒരു ജെനുവിൻ കെയർ ഉണ്ട് അവിടെ ഈ പ്രശ്നത്തെ ദൈവസന്നിധിയിലേക്ക്, കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നതിൽ. ഞാനും നിങ്ങളും പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഫേവർ സീക്കിംഗ് ആയിട്ടാണ് പലപ്പോഴും കാണുന്നത്. എന്തെങ്കിലും ഒരു ഫേവർ നേടിയെടുക്കുവാൻ തക്കവണ്ണം. പക്ഷെ അതല്ല അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ വിശുദ്ധന്മാരുമായുള്ള സംസർഗം. ദർ ഇസ് എ ജെനുവിൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീ ആൻഡ് സെയിന്റ് മേരി ദ മദർ ഓഫ് ഗോഡ്. നമ്മൾ ഓരോരുത്തരും ദൈവമാതാവിനോടുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയിൽ അധിഷ്ഠിതമായ ഒരേ അപ്പത്തിന്റെ അംശികൾ എന്ന നിലയിലുള്ള സംസർഗത്തിൽ നിന്ന്, കമ്മ്യൂണിയനിൽ നിന്ന് ഉളവാകുന്ന ഒരു ബന്ധമാണ്. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ ദി മീഡിയേഷൻ ഓഫ് സെയിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പരിശുദ്ധ ദൈവമാതാവ് എന്റെയും നിങ്ങളുടെയും ആത്മീയ ഉന്നതിക്ക് വേണ്ടിയും ക്രിസ്തുവിലുള്ള വളർച്ചയ്ക്ക് വേണ്ടിയും കൂടിയാണ് പ്രാർത്ഥിക്കുന്നത്. കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല. പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും എന്നും കോട്ടയായിരിക്കട്ടെ. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.